Dear students, in the second module start ചെയ്യാണ് മോഡുലേഷൻ ടെക്നിക്സ്. സെക്കൻഡ് മൊഡ്യൂൾ 2 സെക്ഷൻ ആയിട്ടാണുള്ളത്. ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അനലോഗ് മോഡുലേഷൻ സ്കീംസും സെക്കൻഡ് സെക്ഷനിൽ പൾസ് മോഡുലേഷൻ സ്കീംസും. ആദ്യം നമുക്ക് എന്താണ് മോഡുലേഷൻ എന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ്റെ ബേസ് ആണ് മോഡുലേഷൻ പ്രോസസ്സ്. മോഡുലേഷൻ പ്രോസസ്സിൽ 2 സിഗ്നൽസ് ആണുള്ളത്. ഫസ്റ്റ് വൺ മോഡുലേറ്റിംഗ് സിഗ്നൽ, സെക്കൻഡ് വൺ ക്യാരിയർ സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഏത് സിഗ്നലിനെയാണോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്നത് ആ സിഗ്നലിനെയാണ് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. അത് ഏത് സിഗ്നലായിരിക്കും? നമ്മുടെ മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അല്ലേ. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നലിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മെസ്സേജ് സിഗ്നൽ എന്ന് പറയും, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ സിഗ്നൽ എന്ന് പറയും, അല്ലെങ്കിൽ ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറയും. ഇനി ക്യാരിയർ സിഗ്നൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹൈ ഫ്രീക്വൻസി സിനുസോയിഡൽ സിഗ്നലാണ് ക്യാരിയർ സിഗ്നൽ. ക്യാരിയർ സിഗ്നലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്ററിൽ നിന്നും റിസീവറിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഇൻഫോർമേഷൻ ഉണ്ടല്ലോ, നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ ക്യാരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. നമുക്ക് മോഡുലേഷൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. The process of changing the parameters of the carrier signal in accordance with the instantaneous values of the modulating signal. അപ്പോൾ ഞാൻ പറഞ്ഞു മോഡുലേഷനിൽ നമുക്ക് 2 സിഗ്നൽസ് ആണുള്ളത്. ഒന്ന് മോഡുലേറ്റിംഗ് സിഗ്നലും ഒന്ന് ക്യാരിയർ സിഗ്നലും അല്ലേ. അപ്പോൾ ഈ മോഡുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിനനുസരിച്ച് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഓരോ ടൈമിലുമുള്ള വാല്യൂസിനനുസരിച്ച് ക്യാരിയർ സിഗ്നലിൻ്റെ ഏതെങ്കിലും പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനനുസരിച്ച് ക്യാരിയർ സിഗ്നലിൻ്റെ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആംപ്ലിറ്റ്യൂഡ് ആകാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി ആകാം, അല്ലെങ്കിൽ സിഗ്നലിൻ്റെ ഫേസ് ആകാം. അപ്പം 3 പാരാമീറ്റേഴ്സാണ് ക്യാരിയർ വേവിൻ്റെ ചേഞ്ച് ചെയ്യുന്നത്. എന്തിനനുസരിച്ചിട്ട്? മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ചിട്ട്. ആംപ്ലിറ്റ്യൂഡ് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ മോഡുലേഷൻ പ്രോസസ്സിന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയും. ഇനി ഫ്രീക്വൻസി ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയും. ക്യാരിയർ സിഗ്നലിൻ്റെ ഫേസ് ആണ് മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ ഫേസ് മോഡുലേഷൻ എന്ന് പറയും. ഈ മോഡുലേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കിട്ടുന്ന സിഗ്നലിന് പറയുന്ന പേരാണ് മോഡുലേറ്റഡ് സിഗ്നൽ. ഈ മോഡുലേറ്റഡ് സിഗ്നലാണ് ട്രാൻസ്മിറ്ററിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റിസീവർ റിസീവ് ചെയ്യുന്നത് ഏത് സിഗ്നലിനെയാണ്? ഈ മോഡുലേറ്റഡ് സിഗ്നലിനെയാണ്. റിസീവറിൽ വേറൊരു പ്രോസസ്സ് നടക്കും. ഈ മോഡുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ജസ്റ്റ് റിവേഴ്സ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീമോഡുലേഷൻ. ഡീമോഡുലേഷൻ പ്രോസസ്സിൽ ഈ റിസീവർ മോഡുലേറ്റഡ് സിഗ്നലിൽ നിന്നും ആ ഇൻഫോർമേഷനെ എടുക്കുന്നു. അപ്പോൾ ഇൻഫർമേഷനെ എടുത്തിട്ട് ക്യാരിയറിനെ കളയാണ്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീമോഡുലേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ട്രാൻസ്മിറ്ററിലാണ് മോഡുലേഷൻ നടക്കുന്നത്. റിസീവറിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഡീമോഡുലേഷനാണ്. ഈ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. അപ്പോൾ മോഡുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കും ഫ്രീക്വൻസി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. അപ്പോൾ ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റുകൾ നോക്കാം. അതാണ് മോഡുലേഷൻ പ്രോസസ്സിൻ്റെ ആവശ്യകത. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നീഡ് ഫോർ മോഡുലേഷൻ. ഫസ്റ്റ് വൺ, റിഡക്ഷൻ ഇൻ ദി ഹൈറ്റ് ഓഫ് ആൻറ്റന. Second, avoid mixing of signals. Third, increase the range of communication. 4, improves quality of reception. 5, power of radiation becomes high. 6, narrow banding is possible. 7, multiplexing is possible. അപ്പോൾ ഇതെന്താണെന്ന് ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിഡക്ഷൻ ഇൻ ദി ഹൈറ്റ് ഓഫ് ആൻറ്റന. അപ്പം നമ്മുടെ മോഡുലേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഈ ആൻറ്റനയുടെ ഹൈറ്റും ഫ്രീക്വൻസിയും ആയിട്ടുള്ളൊരു റിലേഷൻ ഉണ്ട്. ഫ്രീക്വൻസി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വേവ് ലെങ്ത് വളരെയധികം കൂടുതലായിരിക്കും. കാര്യം ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. വേവ് ലെങ്തും ആൻറ്റനയുടെ ഹൈറ്റും
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് വേവ് ലെങ്ത് കൂടുന്തോറും ആന്റിനയുടെ ഹൈറ്റ് കൂടും. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ്, വേവ് ലെങ്ത് കൂടും, അപ്പോൾ ആന്റിനയുടെ ഹൈറ്റും കൂടും. അപ്പോൾ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ ആന്റിനയുടെ ഹൈറ്റ് നമുക്ക് ഒരു പ്രാക്ടിക്കബിൾ റേഞ്ചിൽ നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷനൊക്കെ വെച്ചിട്ടാണ് ഈ ആന്റിനയുടെ ഹൈറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. നമുക്കൊരു 10 kHz സിഗ്നലിനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് വേണ്ടി വരുന്ന ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 7.5 kilometers ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ മോഡുലേഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിനയുടെ ഹൈറ്റ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ, അവോയ്ഡ് മിക്സിംഗ് ഓഫ് സിഗ്നൽസ്. നമ്മൾ മോഡുലേഷൻ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ സൗണ്ട് വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 Hz 20 kHz ഇടയിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സൗണ്ട് സിഗ്നലിനെ ഈ ഒരു റേഞ്ചിൽ തന്നെ, ഈ ഒരു ഫ്രീക്വൻസിയിൽ തന്നെ അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സൗണ്ട് എനർജി എന്താണ് ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിലുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് റിസീവറിന് കറക്റ്റായിട്ട് ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ട് വരും. പക്ഷേ നമ്മൾ മോഡുലേഷനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബേസ് ബാൻഡ് സിഗ്നൽ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഈ ഒരു 20 Hz 20 kHz ഇടയിലുള്ള നമ്മുടെ ഇൻഫർമേഷൻ സിഗ്നൽ, അതിനെ ഓരോന്നിനെയും, ഓരോ സിഗ്നലിനെയും ഓരോ കാരിയർ വെച്ചിട്ട്, ദാറ്റ് ഈസ് പല ട്രാൻസ്മിറ്റേഴ്സ് ആയിരിക്കുമല്ലോ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോന്നും ഓരോ ഫ്രീക്വൻസിയിലാണ് മോഡുലേറ്റ് ചെയ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സിങ് അപ്പോൾ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു സിഗ്നൽ മിക്സിങ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പഠിച്ചതാണ്. ഫ്രീക്വൻസി കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ്, അറ്റന്യൂവേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ തന്നെ അതിന് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫ്രീക്വൻസി കൂടുതലാണെങ്കിലോ അറ്റന്യൂവേഷൻ കുറവാണ്, അപ്പോൾ തന്നെ കൂടുതൽ ദൂരം ഇതിന് ട്രാവൽ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ മോഡുലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് റിസെപ്ഷൻ. ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മോഡുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കുമല്ലോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ നോയ്സ് അധികം അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നോയ്സ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ റിസീവറിൽ ഈ റിസീവ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, പവർ ഓഫ് റേഡിയേഷൻ ബിക്കംസ് ഹൈ. ഇപ്പോൾ നമ്മൾ മോഡുലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഫ്രീക്വൻസി കുറവാണ്. ഫ്രീക്വൻസി കുറവെന്ന് പറയുമ്പോൾ വേവ് ലെങ്ത് കൂടുതലാണ്, അപ്പോൾ പവർ കുറവായിരിക്കും. പക്ഷേ ഫ്രീക്വൻസി കൂടുതലാണെന്നുണ്ടെങ്കിൽ വേവ് ലെങ്ത് കുറവാണ്, അപ്പോൾ റേഡിയേറ്റഡ് പവർ കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും മോഡുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പവർ ഓഫ് റേഡിയേഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, നാരോ ബാൻഡിങ് ഈസ് പോസിബിൾ. അപ്പോൾ അത് നമ്മളിപ്പോൾ മോഡുലേഷൻ ഉപയോഗിക്കുന്നില്ല എന്ന് വെക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന എന്തായിരിക്കും, ബേസ് ബാൻഡ് സിഗ്നൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സൗണ്ട് എനർജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 Hz 20 kHz ഇടയിലായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 20 kHz by 20 Hz, ദാറ്റ് ഈസ് 1000 ആയിരിക്കും അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് വൈഡ് ബാൻഡാണ്. പക്ഷേ ഇനി നമ്മൾ മോഡുലേഷൻ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു 1000 kHz ഉള്ള ഒരു കാരിയറുമായിട്ട് ചേർത്താണ് മോഡുലേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും, ഈ ബേസ് ബാൻഡ് സിഗ്നൽ എന്തായിട്ട് മാറും, 1000 kHz plus 20 kHz ആയിട്ട് മാറും. അതുപോലെ തന്നെ അതിൻ്റെ ഹയസ്റ്റ് ആണ് ഇത്, ലോവസ്റ്റ് എന്തായിട്ട് മാറും, 1000 kHz plus 20 Hz ആയിട്ട് മാറും. ദാറ്റ് ഈസ് എന്താണ്, ഹയസ്റ്റ് 20 Hz തൊട്ട് 20 kHz എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസിയുടെ റേഷ്യോ പോകുന്നതാണ് പറയുന്നത്. നമ്മൾ ബേസ് ബാൻഡ് സിഗ്നൽ മാത്രമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 20 kHz by 20 Hz, ഇതാണ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ബേസ് ബാൻഡിൻ്റെ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആ റേഷ്യോ എന്ന് പറയുന്നത് 1000 ആണ്. എന്നാൽ നമ്മളൊരു 1000 kHz വേവുമായിട്ട് ഇതിനെ മോഡുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹയസ്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും, 1000 kHz plus 20 kHz വരും. ഇതിൻ്റെ ലോവർ എന്ന് പറയുന്നത് എന്താ വരിക, 1000 kHz plus 20 Hz ആണ് വരിക. അപ്പോൾ ഈ ഒരു റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.2 ആണ്. ദാറ്റ് ഈസ് ബാൻഡ് കുറയാണ്, അതിൻ്റെ വിഡ്ത്ത് കുറയാണ്. ഇവിടെ 1000 ആയിരുന്നു ബേസ് ബാൻഡ് സിഗ്നലായി യൂസ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ മോഡുലേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറുന്നു, 1.2 ആയിട്ട് മാറുന്നു അല്ലേ. എന്ന് വെച്ചാൽ ബാൻഡ് കുറയാണ്, നാരോ ബാൻഡ് ആകാണ്. നാരോ ബാൻഡ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ നോയ്സ് കുറവായിരിക്കും, അതുപോലെ തന്നെ റേഞ്ചും കൂടുതലായിരിക്കും. അതുകൊണ്ട് നാരോ ബാൻഡിങ് മോഡുലേഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാരോ ബാൻഡിങ് പോസിബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലെക്സിങ് ഈസ് പോസിബിൾ. മൾട്ടിപ്ലെക്സിങ് അലൗസ് ദ സെയിം ചാനൽ ടു ബി യൂസ്ഡ് ബൈ മെനി സിഗ്നൽസ്.
ഒരുപാട് സിഗ്നൽസിന് ഒരു ചാനൽ യൂസ് ചെയ്യാൻ ആയിട്ട് മൾട്ടിപ്ലെക്സിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ പറ്റും. ഇപ്പോൾ നമ്മൾ മോഡുലേഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലെക്സിങ് ചെയ്യാനായിട്ട് പറ്റും. പല ടൈപ്പ് മൾട്ടിപ്ലെക്സിംഗ് ഒക്കെ ഉണ്ട്. മൾട്ടിപ്ലെക്സിങ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി സിഗ്നൽസിനെ ഒരേ സമയം ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെയിം ഫ്രീക്വൻസി സിഗ്നൽസിനെ തന്നെ പല സമയം ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ചാനൽ യൂസ് ചെയ്ത് തന്നെ ഒരുപാട് സിഗ്നൽസിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ മോഡുലേഷൻ ഉണ്ടെങ്കിലേ ഇത് പറ്റുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഡുലേഷൻ എന്താണെന്നും മോഡുലേഷൻ്റെ നീഡ് എന്താണെന്നുള്ളതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിഫറെൻറ്റ് മോഡുലേഷൻ ടെക്നിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.